മഹാരാഷ്ട്രയിൽ വൻ വിജയം നേടി ഒരാഴ്ച പിന്നിട്ടിട്ടും മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാനാകാതെ മഹായുതി. മുഖ്യമന്ത്രിയെ നാളെ തീരുമാനിക്കുമെന്നാണ് കാവൽ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ വ്യക്തമാക്കിയത്. സർക്കാർ രൂപീകരിക്കാതെ മഹായുതി മഹാരാഷ്ട്രയെ അപമാനിക്കുകയാണ് എന്ന് ഉദ്ധവ് താക്കറെ ആരോപിച്ചു. 5-4 ഭൂരിപക്ഷത്തോടെ വമ്പൻ വിജയം നേടിയിട്ട് ദിവസം 8 കഴിഞ്ഞു. സത്യപ്രതിജ്ഞ 5-ാം തീയതി എന്ന പ്രഖ്യാപനവും വന്നു. പക്ഷേ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായിരുന്ന പ്രഖ്യാപനം ഇനിയും വന്നിട്ടില്ല. 2 ദിവസത്തെ മൗനത്തിനു ശേഷം കാവൽ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ വാക്കുകൾ മഹായുതിക്ക് ആശ്വാസം നൽകുന്നതാണ്. ഷിൻഡെ കടുത്ത രോഗബാധിതനാണെന്ന പ്രചാരണം വന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്നത്തെ പ്രതികരണവും ജനനി മാതാ ക്ഷേത്ര ദർശനവും. ये जनता की आवाज वाली सरकार है. जनता को जैसे सरकार चाहिए वैसे सरकार मिलेगा. मैंने बुधवार के दिन पूरी तरह मेरी भूमिका स्पष्ट की हुई है. आदरणीय प्रधानमंत्री जी, आदरणीय गृह मंत्री अमित भाई और भारतीय गृह मंत्रालय को लेकर के कोई मांग है क्या आप लोगों की? भारतीय जनता पक्ष के अध्यक्ष नड्डा जी जो मुख्यमंत्री पद के बारे में तय करेंगे उसको मेरा पूरा समर्थन मैंने ऑलरेडी दे दिया है. आप ही कुछ बोलोगे क्या मुझे बात करने? അപ്പോഴും അതാരെന്ന സസ്പെൻസിന് പൂർണ്ണവിരാമം ആകുന്നില്ല. ദേവേന്ദ്ര ഫട്നാവിസ് തന്നെ മുഖ്യമന്ത്രിയാവുമെന്ന് സൂചിപ്പിക്കുമ്പോഴും ഔദ്യോഗിക പ്രഖ്യാപനത്തിന് BJPയും തയ്യാറായിട്ടില്ല. മുഖ്യമന്ത്രി BJPയിൽ നിന്നും തന്നെയെന്ന് NCP നേതാവ് അജിത് പവാർ മാത്രമാണ് പറഞ്ഞത്. ശനിയാഴ്ച മുംബൈയിൽ നടത്താനിരുന്ന ചർച്ച ഒഴിവാക്കിയാണ് ഷിൻഡെ ജന്മനാടായ സത്താറയിലേക്ക് പോയത്. BJP അധ്യക്ഷൻ JP നദ്ദ, ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവരുമായി നടത്തിയ ചർച്ചയിൽ അതൃപ്തിയെ തുടർന്നാണ് ഷിൻഡെ മടങ്ങിയതെന്ന അഭ്യൂഹം പരന്നു. ഇതിന് ശക്തി കൂട്ടി അദ്ദേഹം കഴിഞ്ഞ 2 ദിവസം മൗനം പാലിക്കുകയും ചെയ്തു. പനിയാണെന്നായിരുന്നു അനൌദ്യോഗിക വിശദീകരണം. മുഖ്യമന്ത്രി സ്ഥാനത്തിൽ വിട്ടുവീഴ്ച ചെയ്യാം, പക്ഷേ ആഭ്യന്തര വകുപ്പിൽ വിട്ടുവീഴ്ചയില്ലെന്നതാണ് ശിവസേന നിലപാട്. ഇല്ലെങ്കിൽ സർക്കാരിൽ പങ്കാളിയാവാനില്ല, പുറത്തുനിന്ന് പിന്തുണയ്ക്കാം, ഈ നിർദ്ദേശവും വെച്ചു. തൽക്കാലം ഭീഷണിയില്ലെങ്കിലും ഇത് ഭാവിയിലുണ്ടാക്കാവുന്ന അപകടം തിരിച്ചറിയുന്ന BJP എത്രയും വേഗം പ്രശ്നപരിഹാരം സാധ്യമാക്കാനുള്ള ശ്രമത്തിലാണ്. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18.